നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു വിജയമാണ് ഇന്ന് നാം നേടിയിട്ടുള്ളത്. ഈ ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആഘോഷിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ ഇത്തരമൊരു ചരിത്ര നേട്ടത്തിന്റെ വാർത്ത ഞാൻ കേൾക്കുന്നത് ചരിത്രപ്രസിദ്ധമായ സോമനാഥന്റെ തിരുമുൻപിൽ നിന്നാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ വിശേഷം. നിങ്ങൾക്കറിയാം, സോമനാഥ ക്ഷേത്രം എന്നുള്ളത് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട ലാൽകൃഷ്ണ അദ്വാൻജി ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച തന്റെ രഥയാത്ര തുടങ്ങിയത്. ആ പരിശുദ്ധമായ പവിത്രമായ മണ്ണിൽ നിൽക്കുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ സൗത്ത് ജില്ലയിൽ വലിയ മുന്നേറ്റം നേടിയ ഒരു വാർത്ത ഞാൻ കേട്ടത്. എന്തായാലും ആ നേട്ടത്തിന് നമ്മൾ എല്ലാ പ്രവർത്തകരുടെയും വലിയ കഷ്ടപ്പാടിന്റെ, കഴിഞ്ഞ 6 മാസത്തെ കഷ്ടപ്പാടിന്റെ ഒരു അനന്തരഫലം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം എന്ന നിലയിലാണ് നാം ഇന്ന് 6 പഞ്ചായത്തുകളിൽ ഭരണം നേടിയിരിക്കുന്നു എന്ന വാർത്ത നമ്മെ തേടിയെത്തുന്നത്. വലിയൊരു വിജയമാണ് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മളുടെ മുൻപോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് വലിയൊരു ഊർജ്ജമാണ്, ഇന്ധനമാണ്. കഴിഞ്ഞ 6 മാസമായി നൂറുകണക്കിന് നിസ്വാർത്ഥരായ പ്രവർത്തകർ, ഭാരതീയ ജനതാ പാർട്ടിയുടേതായാലും സംഘത്തിൻ്റെതായാലും വിവിധ ക്ഷേത്രങ്ങളുടേതായ ഒക്കെ പ്രവർത്തകർ നിസ്വാർത്ഥമായി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയം നമുക്ക് നേടിയതെന്ന് നമുക്കറിയാം. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 147 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ നമുക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 6 പഞ്ചായത്തുകളിൽ നമ്മുടെ പ്രസിഡന്റുമാർ നിലവിൽ വന്ന ഭരണം നാം കൈയടക്കി. അതോടൊപ്പം തന്നെ 7 പഞ്ചായത്തുകളിൽ നാം പ്രധാന പ്രതിപക്ഷമാണ്. ആകെയുള്ള 4 മുനിസിപ്പാലിറ്റികൾ 2 നാം പ്രധാന പ്രതിപക്ഷമായി എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, 2 ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിജയിച്ചിരിക്കുന്നു. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അതിലെടുത്തു പറയേണ്ടത് മാന്നാർ ഡിവിഷനിൽ കേവലം 2500 വോട്ടുകൾക്ക് മാത്രമാണ് നാം പിന്നിലായത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് ജില്ലയിൽ 21% മുകളിൽ ഏകദേശം 22% വോട്ട് നേടാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ ആകെയുള്ള 10 ഗ്രാമപഞ്ചായത്തുകളിൽ 5 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണമാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. ഒരു മുനിസിപ്പാലിറ്റിയിൽ പ്രതിപക്ഷത്തുണ്ട്, ചെങ്ങന്നൂർ അസംബ്ലിയിലെ 2 പഞ്ചായത്തുകളിൽ നാം പ്രതിപക്ഷത്തുണ്ട്. അങ്ങനെ ഏകദേശം 8 ആകെയുള്ള 11 8 ഭാരതീയ ജനതാ പാർട്ടിയാണ് നിർണായകമായി വന്നിട്ടുള്ളത്. BJPയെ ആലപ്പുഴയിൽ നിലം തൊടിയിക്കില്ല, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ എന്റെ ഗ്രാമപഞ്ചായത്തായ ആലയിൽ BJPയെ കെട്ടുകെട്ടിക്കും എന്നുള്ളവർക്ക് ആലായിലെ ജനങ്ങൾ തക്ക മറുപടി കൊടുത്ത് ഇന്ന് ആലായുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായി ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തിരുവൻമണ്ടൂർ പഞ്ചായത്തിൽ BJPയെ നിലം തൊടിയിക്കില്ല എന്ന് ചിലർ പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്താണ് തിരുവൻമണ്ടൂർ. അവിടെയും നാം ഭരണത്തിലെത്തി. പാട്രാട് ഗ്രാമപഞ്ചായത്തിൽ അവിടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ബുധനൂരിൽ കഴിഞ്ഞ 50 വർഷത്തെ CPIMന്റെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് ബുധനൂരിൽ BJP ഭരണത്തിലെത്തിയിരിക്കുന്നു. കാർത്തികപ്പള്ളിയിലും ആലായിലും ചരിത്രത്തിൽ ആദ്യമായി ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചേപ്പാട്, കണ്ടല്ലൂര്, കുമാരപുരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വലിയ നേട്ടം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാവിധ പിന്തുണയും നൽകിയ സഹപ്രവർത്തകർക്ക്, ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ ക്ഷേത്രങ്ങളുടെയും സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സോമനാഥിന്റെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ല നാളുകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.